അസോള തിന്നത് എത്രയും പെട്ടെന്ന് തിന്നിരുത് കഴിഞ്ഞാൽ അപ്പം കിട്ടും കാബേജിന്റെ അല്ല. അല്ല ഞാനിങ്ങനെ ഞാൻ നോക്കില്ല, ഓരോരുത്തരും നോക്കില്ല. അത് 2 or 3 പേരെ മാത്രമേ ഗുഡ് മോർണിംഗ് തന്നിടത്തുള്ളൂ. ഇപ്പൊ 50 പേരിലധികമാണ് ഇപ്പൊ കാലത്ത്. കഴിഞ്ഞ കൈക്കോട്ട് കളിക്കുന്ന പോലെയല്ലേ, നിക്കൂലടാ. കുഴപ്പമില്ല, ഒരാളവക്ക് പറവാലെ രസമുണ്ട്. ഇതിനെ എന്തൊരു പെട്ടെന്ന് ഇത്രയ്ക്കധികം സ്ഥലം കളച്ചു കൂട്ടി ഞാൻ ഇത്രയ്ക്ക് കോവക്കായി കിട്ടി. നിന്റെ ഇഷ്ടം പോലെ ഇട്ട് പോകട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരാളൊന്നും പറയില്ല. നമ്മുടെ കാബേജിന്റെ ടേസ്റ്റ് ആണ്. തിന്നാൻ പറ്റില്ല എന്നുള്ളത് തിന്നാൻ പറ്റില്ല എന്നല്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഉള്ളി കൃഷി വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉള്ളി കൃഷിയുടെ തടത്തിൽ നോക്കിയേ, വലിയ ചീര ഭയങ്കരമായിട്ട് പൊന്തി വന്നു. കടാ ഓരോ ചീരകളുടെ വലിപ്പം കണ്ട, എൻ്റെ വലിപ്പമാണ്. പൂക്കൾ മയം പൂക്കൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കതിരായി കട. ഓരോന്നിന്റെ വലിപ്പം കണ്ട, അതൊക്കെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാനാണ്. പിന്നെ ഇതിന്റെ വിത്തുകളൊക്കെ ഇവിടെ കൊഴിഞ്ഞ് ഇവിടെ നിരവധി ചീര തൈകൾ ഇനി മുളയ്ക്കും. അത്രയ്ക്ക് അധികമാണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കൊടുക്കായിരുന്നു അല്ലേ, കുറച്ച് ഇങ്ങനത്തെ തൈകൾ കൊടുത്താൽ മതി. തൈയല്ലേ പറഞ്ഞേ, തൈ മുളക്കണില്ല പറഞ്ഞേ. അവിടെ മുളക്കണില്ല കണ്ട. അപ്പൊ ഇവിടെയൊക്കെ ഇനി കാട് പിടിച്ചു രക്ഷയില്ല. പെട്ടെന്നായിരിക്കും ഈ വളം കൂടുതലുള്ളതുകൊണ്ടല്ല കേട്ടാ. ചീരകള് നമ്മുടെ പറമ്പില് നനവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരയ്ക്ക് വളം വേണമെന്നൊന്നുമില്ല. ആളുകൾ വിചാരിക്കും എൻ്റെ വളപ്രയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ടാണെന്ന്. ഒരു ചുക്കല്ല കേട്ടാ, അത് വളപ്രയോഗത്തിൻ്റെ ഇതല്ല. ചീര എങ്ങനെയും വളരും, നനവ് കിട്ടിയാൽ മതി, ഭീകരനാവും. അപ്പോൾ ചീരനെ വെട്ടി ഒതുക്കിയിട്ട് ഞാൻ ഒരു സാധനം മണ്ണുത്തിൽ പോയിട്ട് വാങ്ങിച്ച വിത്താണ് കേട്ടത്. ഈ പയർ വിത്ത് കണ്ട, കുറ്റിപ്പയർ കനകമണി എന്ന് പറഞ്ഞത് 100 ഗ്രാമിന് 60 രൂപ. പച്ചയാണ് വയലറ്റ് എന്നറിയില്ല. കനകമണി ഏത് മോഡലാന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ നടാൻ പോവാണ്. പയർ തട ഇവിടെ നടണ്ടേ, അല്ലെങ്കിൽ ഇത് വെറുതെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. കാട് പിടിച്ചില്ലേ, പെട്ടെന്ന് കാട് പിടിക്കും സാധനം. നമ്മള് ഒരാഴ്ച ഈ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കാണ്ടിരുന്ന ഞാൻ കാട് പിടിച്ചു. ഇവിടെ പുല്ലില്ല, ചീരയാണ്. ഇപ്പൊ ചീരനെ വെട്ടി കോഴികൾക്ക് കൊടുക്കും. അല്ല, കോഴികളെ വെട്ടി നമ്മൾ തിന്നും. അതല്ല സരിത ഇവിടെ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാക്ക്, ഞാനിവിടെ ചീറ്റ പണ്ടെടുക്കുമ്പോ ചേട്ടൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നതാണ്. അപ്പൊ കാട് വെട്ടി തെളിക്കാനാട്ടാ. എനിക്ക് ഈ സാധനം വെട്ടി തെളിക്കുമ്പോ സരിത ഇങ്ങനെ ഓർമ്മ വരുന്നത് കരിമ്പിമ്പൂവിനക്കരെ എന്ന് പറഞ്ഞ സിനിമയില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഇല്ലേ? ഇല്ല. പ്രതികാര കഥ. മോഹൻലാലിന്റെ ചേട്ടൻ ഭാരതഗോപി, പിന്നെ മമ്മൂട്ടിയുണ്ട്. ഭാരതഗോപിനെ കൊന്നത് മമ്മൂട്ടിയാണെന്ന് മോഹൻലാൽ വിചാരിക്കും. മനസ്സിലായ? അപ്പൊ ഈ കരിമ്പ് കൃഷിയാണ്, കരിമ്പ് വെട്ടലാണ് ഇവരെ പണി. ഐവിശേഷിയുടെ പടം. ഞാൻ 1985 പൊന്നൂക്കര ദർശനം എന്ന് പറഞ്ഞൊരു ഓല തിയേറ്റർ ഉണ്ട്. അവിടെ മാമൻ്റെ വീട്ടിലേക്ക് ചെറുപ്പത്തിൽ മതിക്കുന്നി വേല കാണാൻ പോയിപ്പോൾ അവിടെ ഓല തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളതാ. ദർശന എന്ന് പറഞ്ഞ തിയേറ്റർ അല്ലാന്ന്. അപ്പൊ ഇത് വെട്ടണ കാണുമ്പോഴേ അപ്പൊ ഒരു പാട്ടൊക്കെ ഉണ്ട്, കരിമ്പ് വെട്ടണ പോലെ. അതന്നെ, ചീര വെട്ടുമ്പോ കരിമ്പ് വെട്ടത് കണ്ട. ഇതൊക്കെ കോഴികൾക്കുള്ള സാധനങ്ങളാണ്. കണ്ടാ എന്താ വലിപ്പം. മതി, ഇത്ര കൊണ്ടുപോയ തിന്നില്ല. തിന്നും. ഇപ്പൊ വേറെ തീറ്റകളൊന്നും കൊടുക്കണില്ല. ഇത് തിന്നു കഴിഞ്ഞിട്ട് അടുത്തത് അപ്പ തരാം അടുത്ത പണി. ഏത് അസോള. അത് കഴിഞ്ഞാൽ അപ്പം കിട്ടും. അസോള തിന്നത് എത്രയും പെട്ടെന്ന് തിന്നിരുത് കഴിഞ്ഞാൽ അപ്പം കിട്ടും, കാബേജിന്റെ അല്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കിട്ടും, ഏത് കോളിഫ്ലവറിന്റെ അല്ല. അത് കഴിഞ്ഞ വാഴരല്ല. ഏത് എന്താ പറയാ, എത്രയും പെട്ടെന്ന് ജനാർദ്ദനം പറഞ്ഞ പോലെ പെട്ടെന്ന് നിർത്താൻ പെട്ടെന്ന് പണി തരും. ഇപ്പൊ കിട്ടുന്ന കോഴിമുട്ട ഫുള്ള് ജൈവ. അതല്ലെന്ന് അതിന് എന്തൊരു അല്ലഞ്ഞാടൻ നാളെ പറഞ്ഞില്ലേ, ഇവർക്ക് വെട്ടി തിരിച്ച് കൊടുക്കാൻ പറഞ്ഞില്ലേ? അല്ല, ഇത് പിടിച്ചേ. അപ്പൊ ഇത് അവർക്ക് ഇത് മതി. അവറ്റേ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറട്ടെ. അപ്പൊ നമ്മള് പുറത്തേക്ക് അയച്ചിട്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ പച്ചക്കറി കൃഷി ഇതിങ്ങനെ ചീരയൊക്കെ കുറച്ചൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഒരെണ്ണത്തിന്റെ കട പോലും ഉണ്ടാവില്ല. ഇതിന്റെ കട പോലും ഉണ്ടാവില്ല. കട അടക്കം അവർ കൊത്തി കംപ്ലീറ്റ് പറിച്ചെടുക്കും. ആ സമയം ഇതാണ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞില്ലേ,
വേണ്ട. പിന്നെ ഈ മുതലാളിക്ക് ഈ തല്ലിപ്പൊളി സാധനം മാത്രമേ ഞങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റുള്ളൂ. വെക്കിട്ടത് നമുക്ക് പോകുമ്പോൾ ഓടുക, ഇത് മാത്രമേ കൊണ്ടുതരാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇവരുടെ സ്വഭാവം. നീ എന്തൊരു വന്നിട്ട് അതുണ്ടാക്ക്, ഞാനത് ഇവിടെ ഇവിടെ ഞാൻ എൻ്റെ പരിപാടികൾ ചേട്ടന്റെ പണി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കിയ പോരെ? ഇപ്പഴേ മതി. ചേട്ടാ അതും കഴിച്ച് അവിടെ ഇരിക്കും, പണി നടക്കില്ല. ഇല്ല, ഞാൻ അത് ചെയ്യും. ഞാൻ തടം റെഡിയാക്കലാണ് പരിപാടി. ഇവിടെ ഇന്നേ മറ്റേ ഞാൻ എൻ്റെ കഥകൾ എഴുതാൻ കേട്ടാ, കഥകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ചരിത്രം ഞങ്ങളോട് എന്ന് പറഞ്ഞിട്ട് പണ്ട് 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇട്ടുള്ള ഒരു വീഡിയോ വെറുതെ ഇന്ന് അതിലത്തെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാണ്ട്. അപ്പോൾ അത് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു കമൻറ്റ് കേട്ടാ, ആ കമൻറ്റ് ഞാൻ വായിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സിനിമാ നടന് പോലും കിട്ടാത്ത അംഗീകാരമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആ കമൻറ്റ് കാണിച്ചു തരാം. മലപ്പുറത്തുള്ള ഒരാളാണ് എഴുതിയാണ് കേട്ടാ. ഇപ്പോഴാണ് വായിക്കണം. 6 കൊല്ലം മുന്നിട്ട കമന്റ് ഇപ്പോഴാണ് വായിക്കണം. അല്ല, അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാന്ന് അവരൊക്കെ നമ്മുടെ ഈ കൂടി ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നോന്നും അറിയില്ല എനിക്ക്. അങ്ങനത്തെ ആ കമന്റ് അങ്ങനെ ആള് കമന്റ് ഇടുന്നതായിട്ട് ഇപ്പൊ എനിക്ക് അറിയില്ല. ഞാൻ അനീഷ് എന്നാണ് പേര്. ഒരു മിനിറ്റ് എടുക്കട്ടെ, മൊബൈൽ എടുക്കട്ടെ. മറ്റേതാ ആദ്യ പ്രണയം, അതല്ല ചേട്ടന്റെ കഥയുടെ ഫസ്റ്റ് എപ്പിസോഡ്, ഫസ്റ്റ് അധ്യായം അതാണോ? അനീഷ് ചെറുവളപ്പിൽ എഴുതി വന്നിട്ടാ. അനീഷ് ചെറുവളപ്പിൽ എന്നാ പറഞ്ഞ ആള്. എൻ്റെ ദൈവമേ, ഞാൻ ഈ വീഡിയോ ഒരു 50 പ്രാവശ്യം കണ്ടു. സത്യം. കാരണം ചേട്ടൻ്റെ അണ്ടിക്കഥ വല്ലാതെ അങ്ങ് ഹിറ്റായി പോയി. ചേട്ടൻ്റെ ശൈലിയിൽ പറഞ്ഞപ്പോഴാണ് അത് ഒന്നുകൂടി ഉഷാറായി. എൻ്റെ പേര് അജീഷ്, നിലമ്പൂര് എടക്കര സ്വദേശിയാണ്. ജോലി ചെയ്യുന്നത് റിയാദിലാണ്. നിങ്ങളുടെ വീഡിയോ റിയാദിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ വീഡിയോയും ഞാൻ എപ്പോഴും കാണാറുണ്ട്. നമ്മുടെ ജഗദീഷിനെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ചെയ്യുന്നത്. സിനിമാ നടൻ ജഗദീഷിന് ഇഷ്ടമാണെന്നുള്ളത് കേട്ടിട്ടുള്ള 2 പേരുള്ള, ഒന്ന് ജഗു, ഒന്ന് അനീഷ്. അല്ലാന്ന് നടന്മാർ ജഗദീഷിന് ഇഷ്ടം തന്നെയാണ്. അല്ല, നമ്മൾ നടന്മാരെ ഒറ്റയടിക്ക് പറയുമ്പോൾ മോഹൻലാല്, മമ്മൂട്ടി, അങ്ങനത്തെ കുറെ അല്ല അങ്ങനെ അല്ല, അതല്ല ജഗദീഷിനെ നമ്മള് മെയിൻ ഇതായിട്ട് പറയല്ലേ. ഞാൻ കോടീശ്വരനില് ഇത് പിടിച്ച പോക്കറ്റ് വെച്ചോ, കോടീശ്വരനിലേ പോയിട്ടാ. അപ്പൊ കോടീശ്വരനിൽ പോയിപ്പോ ഇങ്ങനെ ആദ്യം ഓഡീഷന് എഴുത്ത് പരീക്ഷയുണ്ട്. എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, നമ്മുടെ ഹോബികൾ താങ്ങിയ കുറേ സാധനങ്ങൾ എഴുതണം. അപ്പം കണ്ടമാനം പേരുണ്ട്. അപ്പം ഞാനും ഇരിക്കുന്നുണ്ട്, എൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ ഒരു പുസ്തകം തന്നു, അതിൽ നോക്കിയിട്ട് നമ്മളതിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ, അപ്പം ഞാൻ യേശുദാസ് എഴുതി. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, അപ്പോൾ അത് എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്നങ്ങനെ എഴുതി. എസ്കപ്പറ്റയുടെ അങ്ങനെ കുറേ പേരുണ്ട്, പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുതി. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ, അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ. അപ്പോൾ അപ്പുറത്തുള്ളവരൊക്കെ എഴുതുന്നു. ഒരുവിധം പേരൊക്കെ സുരേഷ് ഗോപി എഴുതുന്നു. കാരണം സുരേഷ് ഗോപിയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അല്ല, ഞാനിങ്ങനെ ഞാൻ നോക്കില്ല, ഓരോരുത്തർ എഴുതുന്നത് നോക്കില്ല. അത് സ്വാഭാവികം. നമ്മുടെ ഇഷ്ടം എഴുതണേ. അല്ല, എല്ലാവർക്കും ഒറ്റ ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അല്ല, എഴുതുന്നത് എന്തിനാന്ന് അറിയാനായിട്ടേ. ഞാൻ എഴുതി മോഹൻലാലിന് എഴുതിയിട്ടാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇപ്പുറത്തുള്ളവരൊക്കെ സുരേഷ് ഗോപി എഴുതുന്നത്. അല്ലാന്ന് എനിക്ക് ഒരു ചുക്ക് എഴുതിയിൽ എന്തിനാ നമ്മൾ എഴുതുന്നത്? നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ പറയണ്ടേ? അതെ. അല്ല, അവരെഴുതിയത് ആളുകൾ എഴുതുന്നതേ. അപ്പൊ ഞാൻ ചോദിച്ചവരോടൊക്കെ സുരേഷ് ഗോപി എഴുതിയോട് എല്ലാവരും. അല്ലാന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടേ. അപ്പൊ ഇതുപോലെ ഈ നടന്മാരെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഒന്നി മോഹൻലാൽ, മമ്മൂട്ടി, ഇങ്ങനത്തെ വലിയ പ്രധാനപ്പെട്ട നടന്മാരിൽ വരില്ല. അല്ലാണ്ട് ജഗദീഷൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, സെക്കൻഡ് ഹീറോ എന്ന് അങ്ങനത്തെ വരെ പറയാം. അങ്ങനത്തെ ഇതുകൾ പറയും. ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട നടൻ അജു വർഗീസ് നല്ലവരും പറയൂ. ശ്രീനിവാസനെ പറയും. ശ്രീനിവാസൻ കണ്ടമാനത്തിൽ നായകനായിട്ടുള്ളതാണ്. ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട നടൻ ജഗദീഷ് നായകനായിട്ടുണ്ട്. എന്നാലും ഈ പദവി കൊടുക്കാനുള്ള ഇതായിട്ടില്ല. നമ്മുടെ ഇതല്ലേ ശ്രീനിവാസൻ. ഞാനാ പാലക്കാട് പോയി, അതാ കല്യാണത്തിന് പോയത്.
ആ അതാ കഥ പറഞ്ഞാലാണോ ഈ കമന്റ് എഴുതിക്കണേ? അല്ല, ഇത് ഒരു പ്രണയ കഥ. ടീച്ചറെ പ്രണയിച്ച കഥയിലാണ് ഈ 50 വട്ടം കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 3. 3 അതെ. അപ്പൊ അത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് പറയാം. അപ്പൊ ആളുകള് ഞാൻ ഇന്നാള് വരെ ആലോചിച്ചുള്ളൂ, നമ്മുടെ പഴയ ഇപ്പൊ ഓരോ കമന്റുകൾക്ക് ഞങ്ങൾ മറുപടി എഴുതുമ്പോൾ ഞങ്ങളുടെ മറുപടി കൊടുക്കുമ്പോഴേ കാലത്തെ ഗുഡ് മോർണിംഗ് മുഴുവൻ തരുന്നത് ഞാനാടാ. ആദ്യം തമാശ കേൾക്കണം, ആദ്യം 2 or 3 പേരെ മാത്രമേ ഗുഡ് മോർണിംഗ് തന്നോടുന്നുള്ളൂ. ഇപ്പൊ 50 പേരിലധികമാണ് ഇപ്പൊ കാലത്ത് ഗുഡ് മോർണിംഗ് തരുന്നത്. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് കൊടുക്കാം എല്ലാവർക്കും. ഭയങ്കര സന്തോഷം. അത് ഞാനാട്ടെ കൊടുക്കാം. ബാക്കിയുള്ള പിന്നെ രാത്രി ഒരു 11:30-ക്ക് ശേഷമൊക്കെ കമന്റ്സിന് റിപ്ലൈ വരുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. അതിനിടയിലൊക്കെ തരുന്ന ചേട്ടനായിരിക്കും. എനിക്ക് നേരില്ല. അപ്പൊ ഞാനിപ്പോ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ കമന്റുകളൊക്കെ എഴുതില്ലേ. അപ്പൊ എന്നിട്ട് എന്തായി, ഒരു അധ്യായം കഴിഞ്ഞ എഴുതാന്ന് പറഞ്ഞ എളുപ്പം വിചാരിച്ചേ. എഴുതാന്ന് പറഞ്ഞ എളുപ്പല്ല. എളുപ്പം ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരു അധ്യായം ഇത് കൈക്കോട്ട് കളിക്കുന്ന പോലെയല്ല, എളുപ്പല്ല. നമ്മള് എളുപ്പാണോ? കൈക്കോട്ട് കളിക്കുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നമുക്ക് എളുപ്പമാണ്. എഴുത്തെന്ന് പറയുന്ന പണി നമ്മൾ എഴുതാത്തൊരു സാധനം നമുക്ക് പെട്ടെന്ന് നമ്മുടെ എഴുതണതല്ല. ചേട്ടൻ എഴുതിയ കുറെ അടക്കുകൾ ആൾക്കാരെ കാണിക്കണ്ടായിരുന്നല്ലോ. അതൊക്കെ കാണിച്ചു. അതല്ലാന്ന് എഴുത്ത്, അതും ഒരു മൂഡ് വരണ്ടേ നമുക്ക്. ഞാനെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 അധ്യായം വെച്ചിട്ട് എഴുതാൻ വിചാരിച്ചു പോണത്. അപ്പൊ നാളെ ഒരു അധ്യായം കഴിയും. എൻ്റെ കുറച്ച് എഴുതിയുണ്ട്. നാളെ അത് ഒരു അധ്യായം എന്ന് പറയുമ്പോ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോണ ഒരു കാര്യല്ലേ? അപ്പൊ അതിടയിൽ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഫ്ലോ പോകും. അത് നോക്കി ആലോചിച്ച് എഴുതണം. നമുക്ക് തെറ്റ് വരാൻ പാടില്ല. പിന്നെ ഇത് നമ്മളിപ്പോ എഴുതി കഴിഞ്ഞാലും നമ്മള് ഒരാൾക്ക് ഇത് കുത്തും കോമിയും ഇൻവെർട്ടറും ഈ വക സാധനങ്ങളൊക്കെ ഇല്ലേ, ആ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് പാരഗ്രാഫൊക്കെ കറക്റ്റായിട്ട് കണ്ടിക്കുക. അതൊക്കെ മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാനായിട്ട് നമുക്ക് കൊടുക്കണം. എന്നിട്ടാണ് പുസ്തകമാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് സാരി തരാം വിചാരേ എടുക്കുക, പിടിക്കുക, കുടിക്കുക, മരിക്കുക. സാധാരണ ഇതിൽ എൻ്റെ സ്വഭാവം അതല്ലേ, എടുത്തു ചാടാ. പക്ഷെ അങ്ങനെയല്ല. ഇന്നലെ ഒരു വട്ടം ചോദിച്ചു എന്തായി എഴുതാൻ തുടങ്ങിയെന്ന്, പിന്നെ ചോദിക്കുന്നത് ഇപ്പഴാ എന്തായി. അതിനാണ് ഈ പറയണേ. കഴിഞ്ഞ ചോദിച്ചു പിന്നാലെ നടക്കാന്ന് വിചാരിക്കും. ഞാൻ പിന്നാലെ നടന്നാ. ഞാൻ ഇന്നലെ ഒരു വട്ടം ചോദിച്ചു, പിന്നെ ഇപ്പഴല്ലേ ചോദിക്കണം. അത് ചേട്ടൻ എഴുതണ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നപ്പോ ചോദിച്ചത് എന്തായി. സമയം വേണ്ടേ? സമയം നോക്കിയിട്ടാണ് എഴുതുക. സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂഡ് വരണം എഴുതുന്നതിന്. ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മൂഡുണ്ട്. ആ മൂഡ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നന്നാവുള്ളൂ. ഏത് എഴുത്തായാലും എന്ത് പ്രവൃത്തിയായാലും ഇതായാലും. ഒരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇത്രശ് വേണ്ടി വരുമോ എന്നുള്ളതാണ് അറിയാത്ത. ഇത്രശ് വേണ്ടി വരുമോ? എടുക്കാല്ലേ? നിനക്ക് ആവശ്യമില്ല. ഇത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തില് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങാണിത് കണ്ട. ഒരു ക്യാരറ്റ് അരിഞ്ഞതും, ഒരു ചെറിയ സബോള അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മൈദമാവ്, ഇവിടെ ഒരു കുഞ്ഞൊരു ഈച്ചയുണ്ട് കണ്ണിലേക്കൊക്കെ വരുന്നു. ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മുട്ട. സജീവൻ സ്വിമ്മിംഗ് പൂള് കാണാൻ വന്നിട്ടായിരുന്നു, നമ്മുടെ നാടൻ സ്വിമ്മിംഗ് പൂള്. അപ്പൊ ഷീറ്റിന്റെ കാര്യം പറയാം. അവിടെ സജീവിന്റെ മറ്റേ മീൻകുളല്ലേ, മീൻകുളല്ലേ, അതില് നട്ടറിഞ്ഞിട്ടുണ്ടല്ലോ, നട്ടർ അവറ്റുണ്ട്. അതൊക്കെ മറ്റേ ഷീറ്റൊക്കെ പടതേര ഷീറ്റൊക്കെ കീറി കടിച്ചു മുറിച്ചു കുറെ. അതന്നെ അവരുടെ നിർത്താൻ പോവാന്ന് പറഞ്ഞു നട്ടറുകളേ. അല്ല അപ്പൊ കടിച്ചെങ്കിൽ വെള്ളം നിൽക്കണ്ടാവൂ? അല്ല, മുകളിലേക്ക് പോയി എന്തോ നോട്ടെ എനിക്കറിയില്ല. കുറച്ചും കൂടി മൈദ ഇടുന്നുണ്ട് കേട്ടാ. ഒരുവിധം പുല്ല് ചെത്തി കഴിഞ്ഞു.
ഈ മണ്ണ് കുതിർത്താൻ പോവാ. ഇതൊന്നുമില്ല, ഇനി തീ കത്തിച്ച് വെളിച്ചെണ്ണ കുറച്ചിങ്ങനെ ഒഴിച്ചിട്ട് ഈ മിക്സ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അപ്പുറപ്പുറാക്കി എടുക്കുക. സിമ്പിൾ റെസിപ്പി. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചുകൂട്ടെ ഞാൻ. തീ കുറച്ചുണ്ട്. ആ നേരെ ആക്കിയില്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ. കോഴിമുട്ട മണം വരുന്നു. നമ്മുടെ പയറിനതിന് മുമ്പേ കുറച്ച് വെള്ളത്തില് കുറച്ച് സൂഡോമോണസില്ലേ അതിട്ടു. ഇതിൽ പയർ വിത്തിട്ട് ഒരു അരമണിക്കൂറല്ല നടണ ഞാൻ വരെ ഒന്ന് വെക്കണം. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് മുളയ്ക്കും. എന്തായാലും വിത്ത് വേണം. നല്ല നല്ല ഉരുണ്ട മണികളല്ലേ അതിൽ അത്രയ്ക്ക് മതി. ഹായ് വെള്ളം വെള്ളം. ഇന്നാള് 2-3 മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. ഭൂമി ഉണങ്ങി വരണ്ട് പരുവായി. നാളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടേ കാബേജ് വേണമെന്ന് പറഞ്ഞിട്ട് ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണോ അനിയത്തിയാണോന്നും അറിയില്ല. അയ്യം തോന്നുന്നു. അപ്പൊ ഞങ്ങൾ വരാൻ പറഞ്ഞു, വന്നോളാൻ പറഞ്ഞു, ഉള്ളത് തരാന്ന് പറഞ്ഞു. ഇന്നലെ സുമേഷിന് 3 കാബേജ് കൊടുത്തു. 2 നിധിയും കൊണ്ടുപോയി. എന്തായാലും കാബേജിനെ അവസാനിപ്പിക്കുക. അത് കുറച്ച് കഴിഞ്ഞാലേ അത് മൂത്ത് ഭയങ്കര മൂപ്പാവില്ല. സരില്ല കല്ല് പൊരിയാവില്ല ഇല്ലേ. ഇങ്ങനെ ഇരിക്കും ഈ സാധനം. ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാ. കഴിച്ചു നോക്കിയിട്ട് പറയാം. ഈ ആൾമാറാട്ടം നടത്തണ ചില സിനിമകളില്ലേ, ആൾമാറാട്ടം നടത്തിയിട്ട് കഥാപാത്രങ്ങൾ മാറി വരുന്നത്, അങ്ങനത്തെ ചില സിനിമകൾ കാണുമ്പോഴേ ഇവരിത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് തോന്നാറുണ്ടാ. ഉദാഹരണമായിട്ട് പറയണേ കിലുക്കത്തില് രേവതി എന്തിനു വേണ്ടിയിട്ടാണ് പ്രാന്ത് അഭിനയിച്ച് മോഹൻലാലിന്റെ വട്ടം കറക്കി കൂടിയെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ജസ്റ്റിസ് ആളെന്ന് എനിക്ക് കണക്ട് ചെയ്ത് തരൂ. ആള് ആ കഥ ഇവളുടെ കഥ പറയണ്ടല്ലോ, എനിക്ക് പ്രാന്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കഥ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് തന്നെ ആക്കി തരുമോ ചോദിച്ചൂടെ? ചോദിച്ചാ മതിയായിരുന്നില്ലേ തുടക്കം തന്നെ? ചെയ്യാലോ. എന്തിനു വേണ്ടിട്ട് ഇങ്ങനെ പ്രാന്ത് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ അല്ലേ? ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുപോലെ മായാമോഹിനിയില് എന്തിനാണ് ദിലീപ് പെൺവേഷം കിട്ടിയിട്ട് ഇവരെ കൂടെ കൂടിയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. നേരെ ഇവരാണ് ദിലീപിന്റെ അച്ഛനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണല്ലോ ദിലീപ് ഇവരുടെ അടുത്ത് വരണേ വേഷം മാറി. നേരെ ഇയാളെ എവിടെയാ നെടുമുടി വേണു എവിടെയാന്ന് ചോദിച്ചാ മതിയായിരുന്നില്ലേ? അങ്ങനെ യുക്തി ലോജിക്കൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ നടക്കില്ല. അല്ല അങ്ങനെ തോന്നുന്നു ചില സിനിമകള്. നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ മിന്നാര സിനിമയില് ശോഭന വരില്ലേ, ശരിക്കും ശോഭനയ്ക്ക് അറിയാം മോഹൻലാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മോഹൻലാലിന്റെ ചേട്ടനാണ് ശോഭനയുടെ ചേച്ചീനെ നശിപ്പിച്ചിട്ടുണ്ടായ കുട്ടിയാണ് ഇതെന്ന് അറിയാം. അപ്പൊ നേരെ തന്നെ ഇത് ചേട്ടന്റെ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് തന്നെ വരെ വന്നാ മതിയായിരുന്നില്ലേ? മോഹൻലാലിന്റെ ലൈഫ് തകർക്കാനായിട്ട് എന്തിനാ വന്നത്? ആ കല്യാണവും മുടക്കി മോഹൻലാലിന്റെ. അതല്ല അത് ആയിട്ട് വേണം സാമ്പത്തികമായിട്ട് തവിട്ട് പൊടിയെടുക്കാണ്. അതും ശരിയാക്കി വെക്കണെങ്ക പിന്നെ അതിനെ കുറിച്ച് ഒന്നും പറയില്ലേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്. സിനിമകളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ശരിക്ക് പ്രേം നസീറിന്റെ ശാരദയുടെയും ബ്രഹ്മചാരി എന്ന് പറഞ്ഞ സിനിമയുടെ കഥയാ ഫുള്ള് ഒക്കെ അങ്ങനെ തന്നെയാ. ആ പടം കണ്ടിട്ടുണ്ട് ചേട്ടൻ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ സിനിമ? അതില് നിത്യ ബ്രഹ്മചാരിയായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ കിടാൻ തോന്നുന്നുണ്ട് അതിനെ കഥ. നസീർ അവിടേക്ക് ഇവള് വരണതാ ശാരദ ഒരു കുട്ടീനെ കൊണ്ട്. കുട്ടീനെ കൊണ്ടുവരൂ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതേപോലെ തന്നെ ശരിക്കും നസീറിന്റെ ചേട്ടനാണ് ശാരദയുടെ ചേച്ചീനെയാണ് അങ്ങനെ കുട്ടി ഉണ്ടായിട്ടുള്ള അങ്ങടാ. എങ്ങനെയാ കുട്ടി ഉണ്ടായി?
ഇതില് തിലകന് ഒരു തോക്കല്ലേ, തോക്കിനെ കുറിച്ച് പറയുമ്പോ ദേഷ്യമില്ല. അതുപോലെ അതില് നസീറിന്റെ അച്ഛൻ അടൂർബാസിക്ക് ഒരു വാളാണ്. ഏതോ രാജാവ് ആരങ്ങട് സമ്മാനിച്ചിട്ടുള്ള വാള്. ഇതിലും വാളന്നെയാ, വാളും കൊണ്ടുവരുന്നില്ലേ മറ്റേ തിലകൻ. വാളല്ലേ പപ്പുവിനോട് നിക്കട മാഷേ. വാളല്ലേ, ശരിയാ. നിക്കൂലടാ തുറക്കൂലടാ എന്ന് പറഞ്ഞിട്ട് പോണില്ലേ. അങ്ങനെ അതിലും ബ്ലഡ് പരിശോധിക്കലും ഒക്കെ ഉണ്ട്. ഇതില് ശങ്കരാടി ബ്ലഡ് പരിശോധിക്കലൊക്കെ ഇല്ലേ. തന്തയുടെ പോസിറ്റീവ്, തള്ളയുടെ ഓ പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിയുടെ എയോ ഓയോ കൊറേ തമാശകൾ ഉണ്ടായില്ലേ ജഗതിയുടെയും. പക്ഷെ അന്ന് ആ പടം അത്ര വിജയിച്ചില്ല മിന്നാരം. ഇപ്പൊ പിന്നെ വീണ്ടും വീണ്ടും ഓടി തുടങ്ങി. കോമഡികള് കാണുമ്പോ രസാ. നീ നല്ല സിനിമ കണ്ടില്ലേ? എന്നിട്ട് നെറ്റ്ഫ്ലിക്സിലാണ്ട് എന്നിട്ട് അതിന്റെ പറഞ്ഞ പേര് ഒരു പെൺകുട്ടി പേടിച്ചിട്ട് ഉറക്കത്തിലും. അത് ഹോട്ട്സ്റ്റാറിലല്ല, അത് സീരീസാ. അതിന്റെ പേര് റോസ്ലിൻ. അതെ, ഒരാളെ ഇതിന്റെ അതേ സിനിമ അറിയോ? നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാന്റെ കോപ്പിടിയെന്ന്. സ്വന്തം മോളെ കൊല്ലാനായിട്ട് MRC അതാ ഉണ്ട്. പക്ഷെ ഇതും അതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇതിൽ കുറെ വ്യത്യാസമുണ്ട്. അല്ല, പിന്നെ അതിലെഴുതിയോണ്ട് ആദ്യത്തെ 1.5 മണിക്കൂർ നേരം ഈ ഭക്ഷണം കഴിക്കുന്നതിന് മാത്രമാണ്, ഊണുമേശയിലുള്ള പരിപാടിയിൽ മാത്രമല്ലോ. അല്ല ഞാൻ പറയണതല്ല, ആളുകള് ഓരോന്ന് എഴുതുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവല്ലോ, നമുക്കും ഉണ്ടാവല്ലോ അഭിപ്രായം. കേട്ടാ നമ്മുടെ കണ്ട ശരി തുടങ്ങി, അവസാന ഘട്ടത്തിലേക്ക് കടന്നു. എന്തൊരു പെട്ടെന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോഴേ വയ്യാണ്ടാവും. ആ സമയം നമ്മൾ സാവധാനം ചെയ്താൽ മതി. അല്ല, സാവധാനം പണിക്കാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. എടുക്കാണ് അടുത്ത സ്റ്റെപ്പ്. എവിടെ തിന്നാനുള്ള സാധനം ചേച്ചി അവിടെ കണ്ട്, ചേച്ചി ചൂടാറിയതാ. അതന്നെ അതന്നെ. കുഴപ്പമില്ല, ഒരളവക്ക് പറവാലെ. ഒന്നും കിട്ടാത്ത സമയത്തൊക്കെ തിന്നാം. കോഴിമുട്ടകളല്ലേ എല്ലാം കറക്റ്റായിട്ട് വെന്തുണ്ടല്ലേ? എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. രസമുണ്ട്, കുഴപ്പമില്ല, താങ്കൾക്കൊക്കെ ഇഷ്ടാവും. ജഗ്ഗുവിന് എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജഗ്ഗു ദേ വന്ന് ഭയങ്കര ഉറക്ക. ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല അവൻ. ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. ഹിന്ദി ആയിരുന്നു എക്സാം. നല്ല എളുപ്പമുണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. ഇതുവരെ കഴിഞ്ഞതൊക്കെ എളുപ്പമുണ്ടായിരുന്നു. മലയാളം ഫസ്റ്റ് അവൻ അത്ര എളുപ്പമുണ്ടായിരുന്നില്ല. മലയാളം സെക്കൻഡും ഇംഗ്ലീഷും ഹിന്ദിയും എളുപ്പമുണ്ട് എന്ന് പറഞ്ഞു. അല്ല ചേട്ടാ ഒരു സാധനം തന്നെ വേണമെങ്കിൽ അല്ല ചേട്ടാ അകത്തി കയറട്ടെ വന്നോ. ഒരു സാധനം കനം കുറഞ്ഞരിച്ച നല്ല ഇത്. കനം കുറഞ്ഞരിയണത് അല്ലെങ്കിൽ വേവില്ല. എത്രക്ക് സമയല്ലേ വേവിച്ചിട്ടുണ്ട്. അപ്പൊ ഒട്ടയും ഒക്കെ കുഴയും. അപ്പൊ കട്ട്ലറ്റ് പോലെയാവും. പണി കഴിഞ്ഞ് വരുന്ന വഴിയാ. ഇന്ന് എവിടെയായിരുന്നു? ഒരു അതിനടുത്ത് കഴിച്ചോ? അതിനടുത്ത് കഴിച്ചോ? രസമുണ്ട് ഇതിനെ. വെറുതെ ഒരു സാധനം, വെറുതെ എങ്ങനെ കഴിക്കാം, അത്രയുള്ളൂ. ഇത് കൊണ്ടേക്കോ, ചായയുടെ കൂടെ കഴിക്കാം. പയറുത്ത് വേണ? ഒന്നും വേണ്ട, കാണുമ്പോ പേടിയ പോലെ. പണിയുള്ളപ്പോ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോഴേ ഈ വക സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. കാരണം ഇതൊക്കെ വാങ്ങിച്ചു കൊടുന്നല്ലേ, പിന്നെ നടണ്ടേ എന്ന് വിചാരിച്ചിട്ടേ. ചായയുടെ കൂടെ കഴിച്ചോ? ചായക്ക് കഴിക്കാനാട്ടാ ഞങ്ങള് കുടുംബസമേതം. അല്ല ചേട്ടാ ഒറ്റയ്ക്ക് കഴിക്കുന്ന ആളല്ലാന്നറിയാം. എന്ത് കിട്ടിയാലും ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കും. എല്ലാവർക്കും തരും അല്ല ചേട്ടൻ? അല്ല, ഇതിപ്പോ ഭയങ്കര ടേസ്റ്റുള്ള സാധനം ഒന്നല്ല. അല്ല, വെറുതെ ചായയുടെ കൂടെ ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കിണ്ടാവൂല്ലേ ചായക്ക്? ആ ചേച്ചി മീൻ നന്നാക്കണ്ടായിരുന്നു അവിടെ. നട്ടറെന്നാ പറഞ്ഞ. കല്ലുമോരക്കുണ്ടായിരുന്നു. സജീവൻ കൊടുത്തു. സജീവന്റെ അവിടെ ഇല്ലേ? നട്ടറുണ്ട്. നട്ടർ അവറ്റോടെ പിടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇന്നലെ വന്നിട്ട്. നട്ടർ മറ്റേ ഈ ഷീറ്റൊക്കെ കീറി മുറിച്ചെന്ന് പറയുന്നു, കടിച്ചു മുറിച്ചു. അവറ്റോടെ പല്ലിങ്ങനെ തരിക്കില്ല ഫുൾ ടൈം. തീറ്റ ഇട്ടാ തേച്ചിട്ടില്ല, അവരുടെ ഷീറ്റ് തിന്നും. തീറ്റിട്ട് കൊടുക്കാണ്ടിരിക്കില്ല എന്തായാലും. തീറ്റി നിട്ടോട്ടെ.
ഈ സാധനം നീളത്തില് അരിഞ്ഞതിന് വരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെങ്കിൽ ഇത്തിരി കൂടിയും നല്ലതായനെ അല്ലേ? ഉരുളക്കിഴങ്ങ ഉരുളക്കിഴങ്ങും മറ്റേ എല്ലാ എല്ലാ സാധനങ്ങളും ആ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനെയൊക്കെ ചേർക്കാണെങ്കിൽ അപ്പൊ ഇത്തിരി ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടായേനെ അല്ലേ? ഇതൊക്കെ ഈ തട്ടിക്കൂട്ട് സാധനങ്ങൾ ഇതൊന്നും ഇത്രക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ചേട്ടാ. പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പണ്ടത്തെ സാധനങ്ങൾ അവറ്റുള്ള എന്നും അവറ്റാണ് ഈ ഉഴുന്നുവട പരിപ്പ് വട ബോണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് എന്നും വില ഇത്രയായിട്ട് ഒരു മാറ്റങ്ങളില്ല. പക്ഷെ അതിനെ വെല്ലാനായിട്ട് വേറെ വല്ലതും ഉണ്ടാ. ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയപ്പോൾ ആളുകൾ ഓരോന്ന് അപ്പാപ്പ കണ്ടുപിടിക്കുന്നതല്ലേ ഓരോ ഓരോ അത് ബ്രെഡ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കൊറേ സ്നാക്സ് ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോ കാണാം. പണ്ട് എന്തുട്ടാ ബ്രെഡ് ഈ പണ്ടേ ഈ ഡോക്ടർ അംബേദ്കർ അല്ലേ, അംബേദ്കറുടെ ജീവചരിത്രം പഠിക്കാനുള്ള ആള് പറഞ്ഞിട്ടുണ്ട്. ലണ്ടനിൽ പഠിക്കുമ്പോൾ കാശില്ല, വളരെ നിസ്സാരമായ പൈസ കൊണ്ട് വേണം ചെലവ് കഴിഞ്ഞു പോണെങ്കിൽ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബ്രെഡിന്റെ പീസിൽ ഇത്തിരി മസാല കൂട്ട് വെച്ചിട്ട് കഴിക്കുന്നു. അതാണ്. പിന്നെ വെള്ളം കുടിക്കും. അതാണ് ഭക്ഷണം. സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർമാർ എനിക്കപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിന് സാൻഡ്വിച്ച് എന്നാ പറയാന്ന് പറയാ. അപ്പൊ നമ്മൾ ശരിക്കും ആൾക്ക് ഒരു ഭാഗ്യന്ന് അത് കഴിക്കാൻ പറ്റും. നമ്മൾ ഈ കഞ്ഞിയും ചമ്മന്തിയും ഈ വക സാധനങ്ങളൊക്കെ കഴിക്കില്ല. അപ്പൊ അത് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ബ്രെഡിന്റെ തന്നെ ഭേദങ്ങൾ ഒരു 10,000 കിട്ടും. 10,000 ബ്രെഡ് കൊണ്ട് വെച്ച് അത് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ. അന്ന് 1, 2 അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടാവും. മറ്റേ സജീര ഹോട്ടലിൽ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം തരുന്നറിയോ? ബ്രെഡ് ഈ കോഴിമുട്ടല് ബ്രെഡിന്റെ പീസില്ലേ, കോഴിമുട്ടല് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അത് വല്ലപ്പോഴും ഉണ്ടാവും, ആഴ്ചയിൽ ഒരിക്കല്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാ അന്ന് കോഴിമുട്ടല്. അപ്പൊ ഈ നാടൻ ചായക്കടയിലത്തെ കാര്യം പറഞ്ഞിട്ട് നമ്മളോട് സജീര ചായക്കടയില് ആഴ്ചയിൽ ഒരിക്കലും കുമാരേട്ടൻ അതുണ്ടാക്കും. എന്നിട്ട് അത് ബാക്കി വരും. അത് ആളുകൾക്ക് അത്രയ്ക്കാണ്ട് വലിയ അവസാനം 1, 2 ഒക്കെ ബാക്കി ഉണ്ടാവും. അപ്പൊ ഞാൻ വൈകുന്നേരം നേരത്തെ അങ്ങോട്ട് പോകുമ്പോ എനിക്ക് സജി അതെടുത്ത് തരും. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാനത് വാങ്ങിച്ചു കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഇനിയാണ്. അല്ലാതെ മഹത്തരമായ അമ്മ കോവക്കായി കോവക്കായി എന്നിട്ട് പയറ് നടണം. എന്റെ ഇത് കടമൊക്കെ സെറ്റായി. കുറച്ച് നാളായി പൊട്ടിച്ചിട്ടില്ലേ ചേട്ടാ? കോവക്ക കൊറേ ഉണ്ടെന്ന് പറയുമ്പോ ഞാനത് ഇത്ര ഉണ്ടാവും വിചാരിച്ചില്ല ചേട്ടാ. കണ്ടവനണ്ടാ? നമുക്ക് ഈ വിളവ് കൂടിയാലും പശുക്കല്ലേ. അല്ല അങ്ങനെ അങ്ങോട്ട് കൂടുതലൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്. ഇഷ്ടപോലെ കോവക്കായ നീ പറയുന്നത് ഇതില്ല എന്ന് പറഞ്ഞ ഇത് കാണുമ്പോ ഒന്നുമില്ലല്ലേ. ഒരു 1.5 കിലോ കോവക്കായ കിട്ടും. അല്ല എനിക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നീ നോക്കി അത് കൂടിയിട്ട് തൂക്കം നോക്കിക്കേ. നീളം കോവക്കായ ഉണ്ടല്ലേ ചിലതില്. നീളം അധികം ഉണ്ടാവണില്ല അല്ലേ? കോവക്കായ ഉപ്പേരി ഭയങ്കര ടേസ്റ്റാട്ടാ. അത് ശരിയാ. നമ്മള് ഉള്ളിയും കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് കാച്ചിട്ട് ഉണ്ടാക്കണേനേക്കാളും അങ്ങനെ ഉണ്ടാക്കുമ്പോ അധികം കഴിക്കാൻ പറ്റില്ല. ഇല്ല. പക്ഷെ വെറുതെ ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി തിരുമ്പി വെക്കണത് നല്ല രസാ അല്ലേ? അതാണ് ഏറ്റവും ടേസ്റ്റ്. അതിങ്ങനെ കുറച്ചധികം സമയം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോ നല്ല രസാ. കോവക്കായ്ക്കും വിലയ്ക്കുണ്ടാ. അപ്പൊ എല്ലാ പച്ചക്കറികൾക്കും പണ്ടത്തെ പോലെ ഒന്നല്ല. ചേനക്കൊക്കെ നല്ല വിലയുണ്ട്. ചേനക്കൊക്കെ വിലയുണ്ട് ഇപ്പൊ. പണ്ട് ചേന കുമ്പളങ്ങ മത്തങ്ങ വലിയ വിലയില്ല സാധന. പൊട്ടിയില് കഴിഞ്ഞു തരുതാ. ഈ പയറ് നടാനായിട്ട് ഇന്ന് ഹെൽപ്പ് ചെയ്യണം. സരിത ഉള്ളി പറിക്കാണ്ട് എടുക്കണ ഉള്ളി, മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയ ഉള്ളികൾ. ഈ പയറാട സെറ്റ്. നമ്മുടെ തടം സെറ്റായി. എന്തൊരു പെട്ടെന്ന് ഇത്രയ്ക്കധികം സ്ഥലം കളച്ചു കൂട്ടി ഞാൻ. നമ്മുടെ അണ്ണന് 1500 1000 കൊടുക്കുമ്പോ ഇത്രയ്ക്ക് സ്ഥലം പായക്ക് തരും അണ്ണൻ. സരിതാ പ്രായമായി കിണ്ണെന്നറിഞ്ഞല്ലോ. ഈ കട ഇത്രയ്ക്ക് കോവക്കായി കിട്ടി. അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല ഈ സാധനത്തിന് ഇത്രയും കോവക്കായി ഉണ്ടായിരുന്നു പറയുമ്പോ നമ്മുടെ പയറുവിത്ത് പയറുവിത്ത് രസമുണ്ട്. പയറുവിത്ത് സൂഡോമോണസ് നിൽക്കണോട്ടാ. ഇത് കൈമിലായാലും കുഴപ്പമൊന്നുമില്ല ചേട്ടാ. തരുതാ ചേട്ടാ കൊടി കുത്തി പോലേ?
നീ ഇങ്ങനെ ഇട്ട് പോയാൽ മതി. അപ്പൊ അവിടെ ഒരു എണ്ണം കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ചേട്ടാ, അതൊന്നും വിഷയമല്ല. പയറിന് അങ്ങനത്തെ യാതൊരു അഹങ്കാരമില്ലാത്ത ഒരു സാധനമാണ് പയർ. അതായത് ഞാൻ അങ്ങനെയുണ്ട് ആക്കിയാണ്ട് പോകും. നീ ഇതിൽ ഇവിടെ ഒരെണ്ണം ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പോയാൽ മതി. ആദ്യം അങ്ങോട്ട് നീക്ക്, ഞാൻ ഇത്തിരി നീളത്തിലാകട്ടെ, അല്ലെങ്കിൽ മോന്ത പോവും. ഇട്ട് പോക്കോ, നിന്റെ ഇഷ്ടം പോലെ ഇട്ട് പോക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരാളൊന്നും പറയില്ല. ആരൊന്നും പറയില്ല ചേട്ടൻ്റെ ഞാനേ അടാ അങ്ങ് ഇട്ടാണ്ട് പോവുക. അത് ഞാൻ മൂട്ടു, ഞാൻ വല്ലാണ്ട് അടിയിരിക്കാണ്ട് താത്തണ്ടാച്ചിട്ടാ അവിടെ നിന്നിട്ട് പോന്നോ. ഇത് മുറ നടന്നോ, ഇത് വെറുതെ കാലുകൊണ്ടൊക്കെ ഇതിങ്ങനെ കണ്ട, ഇത് ഇങ്ങനെയൊക്കെ തട്ടിയിട്ടാ കണ്ട കണ്ട മണ്ണ് ഇട്ടിട്ട് അവസാനം കാലുകൊണ്ട് ഒറ്റ തട്ടി പോലെ ഞാൻ ചെയ്യാം. അങ്ങോട്ട് ഇടും. വല്ലാണ്ട് താഴ്ച വേണ്ട. പയറേ ആരോ ഒരു കൃഷി ശാസ്ത്രജ്ഞൻ പറഞ്ഞതാ, പയർ വല്ലാണ്ട് താഴ്ചയാക്കണ്ട. പയറല്ല വിത്തുകളൊക്കെ ഒരു മണ്ണിട്ട് കൊടുത്താൽ മതിയായിരിക്കും. കൂളായിട്ട് പിടിക്കും സാധനങ്ങള്. ഈ സമയത്ത് പയർ കൃഷി നമ്മൾ ചെയ്യില്ല, നമ്മൾ കോൾപ്പാടത്തില്ലേ അവിടെ ചെയ്യും. അവിടെ വരമ്പത്ത് കൃഷി ചെയ്യും പയർ, ഇഷ്ടം പോലെ ഉണ്ടാവും പയർ പാടത്തേ. ഇപ്പൊ നമുക്ക് ആ പണ്ടൊന്നും കേടില്ല. പുല്ലരി വശത്തേക്ക് പോയി കഴിഞ്ഞാലേ സൂര്യകാന്തി കൃഷി കാണാം. നമ്മുടെ ദരിദ്ര ചേച്ചിയുടെ കൃഷി ചെയ്തതിന്റെ കുറെ വിളവെടുത്തതിന്റെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ. കൈപ്പക്കായ അല്ല, എല്ലാം ജൈവ സാധനങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ അറിയാം ജൈവാന്ന്. ഒക്കെ ഇങ്ങനെ കൊഞ്ഞനം കാണിച്ചോണക്കി ഇരിക്കണത് വെള്ളരിക്ക, പിന്നെ പയർ കുറച്ച് ഒന്നിനെ വലിയ ആരോഗ്യം ഉണ്ടാവില്ല. തന്നെ ശരിക്കും അറിയാം ജൈവ സാധനാന്ന്. അധികം ഉണ്ടാവില്ല, കൊറേ കേടുവന്നു. ആ ചേച്ചി പറയാം എന്തോരം വെള്ളരിക്കും മത്തങ്ങ സാധനങ്ങളൊക്കെ നിറയെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എങ്ങനെ കവർ കെട്ടി കൊടുത്താലും കുത്തു കിട്ടിണ്ടാവും. പിന്നെ എന്തുട്ടാ വെച്ചാൽ കിട്ടണത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സാധനം നമ്മുടെ കാബേജിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, തിന്നാൻ പറ്റില്ലെന്നുള്ള തിന്നാൻ പറ്റില്ലെന്നല്ല, തിന്നാൻ പറ്റാണ്ടായി തുടങ്ങി അത്ര ഗതിയായിട്ടേ. അങ്ങനത്തെ കുഴപ്പമുള്ള എല്ലാ ദിവസവും നമുക്ക് മടുക്കുമല്ലോ. പിന്നെ ദരിദ്ര ചേച്ചി പറയണേ വെറുതെ അല്ല മോളെ ഈ കൃഷിക്കാര് പാവങ്ങള് വിഷടിക്കണേ. ഇത് നമുക്ക് പിന്നെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ട, അപ്പൊ ഇത് തന്നെ കിട്ടുന്നത് ധാരാളം. അതന്നെ കിട്ടിയിട്ട് ആള് പറഞ്ഞു കൂട്ടാൻ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി പിള്ളേർക്കൊക്കെ ഇപ്പൊ നോൺ വെജ് അല്ല ഇഷ്ടം എല്ലാവർക്കും. പച്ചക്കറി കുറച്ച് കിട്ടിയാലും തന്നെയും അതന്നെ അധികമാണ്. പക്ഷെ ഈ കൃഷിക്കാരുണ്ടല്ലോ വിൽപ്പനക്കുള്ളവര്, അവർക്ക് ഇതിങ്ങനെ കിട്ടിയാ പോരല്ലോ. അപ്പൊ വെറുതെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ എല്ലാവരും ഇങ്ങനെ വിഷടിക്കണേ. ഇതില് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, 1 ഏക്കർ സ്ഥലത്തുള്ള ചേട്ടൻ ഇട്ടുണ്ടല്ലോ ഇത്. നോക്ക് ഇനി നോക്കിയേ എന്തോരാ. ചെരിപ്പോ 2 കിലോ വീതം തൂക്കായി. അടിയില് മണ്ണ് പിടിച്ചിട്ടുണ്ട്. കൃഷിയിൽ ഇറങ്ങി കഴിഞ്ഞാലേ അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. ചെരുപ്പുകൾ തൂക്കം കൂടും, പക്ഷെ ആരോഗ്യം വർദ്ധിക്കില്ല. ചെരുപ്പ് തൂക്കം കൂടുമ്പോ ആരോഗ്യം വർദ്ധിക്കും. അത് ബുദ്ധിമുട്ടി പിടിച്ച് നടക്കണ്ടേ. ഒരു വരി മുടിയുള്ളോട്ടാ, ഇത് ലാസ്റ്റ് വരിയാണ് കേട്ടോ നമ്മുടെ. ഇത് കറക്റ്റ് നേരം ആവില്ല ചേട്ടാ. നേരൊന്നും വേണ്ട. ഈ പയറൊക്കെ തോന്നിയ പോലെ നടുന്നതാ. ഇനിയിപ്പോ അടുത്തത് ഇപ്പൊ ചേട്ടനാണ് നടണെങ്കിലേ ആദ്യം നടണതൊക്കെ കൃത്യകലത്തിൽ ഇങ്ങനെ നട്ടുകൂട്ടാ. എങ്ങനെ നട്ട് കഴിഞ്ഞാലും ലാസ്റ്റ് കൊറേ വിത്ത് ബാക്കി ഉണ്ടാവും. അപ്പൊ പിന്നെ അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇട്ടു. അല്ല അതിനെന്താ ചെയ്യാ, അമ്മ പറയും ഇതിലും എനിക്കത് ഇത്രയധികം സമയം എടുക്കണത് ഇങ്ങനെ വാരി ഇങ്ങനെ വെത്തച്ചാ മതിയായിരുന്നില്ലേ ചോദിക്കാം അമ്മ. ഇനി ഞാൻ ഒരു സാധനം കാണിച്ചാലോ, സലീംകുമാർ പറഞ്ഞു ഒരു സൂത്രം കാണിച്ചാലോ. പിള്ളേരുകൾ പണ്ട് കളിക്കും, കിളിമാസ് കളിക്കും, അല്ലെങ്കിൽ മറ്റേ പടവെട്ട് എന്താ പറയാ പുള്ളിയും കുത്തി കളി എല്ലാ കളികളും കളിക്കും. അപ്പോൾ ചില ചേട്ടന്മാർ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ചില ചേട്ടന്മാർ വരും കേട്ടോ. അവർ വന്നിട്ട് പറയും ഞങ്ങളെ കൂട്ടാൻ പറയും. ഞങ്ങൾ കൂട്ടാൻ പറയുമ്പോൾ അവരെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അവർ എല്ലാത്തിനും മുന്നിലാവുമ്പോൾ ചിലപ്പോൾ ഒരാളെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടിലും ഓരോ വലിയവരുണ്ടെങ്കിലാണ് ഡ്രോ ചെയ്യാവുള്ളൂ. അത് കളിക്കുമ്പോൾ അതിനുള്ള ഇത് കിട്ടുള്ളൂ. ഇവർ ഒരാൾ വന്നിട്ട് പറയാം എന്നെ കൂട്ടാന്ന് പറയും. അപ്പോൾ കൂട്ടിയിൽ എന്നിട്ടുണ്ടാവാന്നറിയോ, ഞങ്ങൾ കളിക്കുന്ന സാധനക്കില്ലേ
ഒരു സാധനം കാണിച്ചിട്ട് ഇങ്ങനെ മാച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ കുത്തി വെച്ചതൊക്കെ കളയല്ലേ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവര് വലിയ രാജാവിനെ പോലെ പോകും. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിള്ളേരുകൾ കരഞ്ഞ് അച്ഛനമ്മമാരെ അടുത്ത് എന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പരാതി പറയില്ലേ? പരാതി പറയും. അച്ഛനമ്മമാരാണെങ്കിൽ അവിടെ വല്ല പണി ഇത് കഴിഞ്ഞ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് ആ ഇത് ചെന്ന് പറയാ. അതിൻ്റെ ഇടയിൽ ചീത്ത വെക്കും. അപ്പൊ അവരെ ഇന്ന് ചീത്ത വെക്കും. എങ്ങനെ പോയാലും കാര്യമൊന്നുമില്ല. വലിയൊരു വന്നു കഴിഞ്ഞാൽ കളിക്കാൻ കൂട്ടണം, അല്ലെങ്കിൽ ശരിയാവില്ല. കഴിഞ്ഞില്ലേ? ആ വിത്ത് ബാക്കി വെച്ചേ സരിതാ. മോട്ടറിന്റെ പൈപ്പ് ഇത് വലിക്കുന്നു വിട്ടേ. അതന്നെ ഇത് നിങ്ങൾ വലിച്ചാൽ മതി. നാളെ കാലത്ത് അവിടെ കളിച്ചിട്ട് ബാക്കിയുള്ള പയർ നടാം. ഞാൻ കൂടുതൽ നനച്ചു, അതിനുണ്ടായത്. ഇതിലിനി അമ്മ പറഞ്ഞ പോലെ ആക്കണില്ല ചേട്ടാ. ഞാൻ അമ്മ പറഞ്ഞ പോലെ ആക്കണില്ല എന്ന് തോന്നിയ പോലെ ഇടുന്നില്ല. വിത്ത് ബാക്കിയുണ്ട്. വിത്ത് ബാക്കി അത് നിർത്താം ട്ടാ. നമുക്ക് വയ്യാണ്ടായി. ബൈ.